ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് വളരെ സന്തോഷം കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ അതിൻ്റെ എഗ് വൈറ്റ് എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം മൈദ 2 കപ്പ് മൈദയാണ്. അതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരിപ്പയെ കൂടെ അരിച്ചെടുക്കുക. അത് 2-3 പ്രാവശ്യം അരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് വൈറ്റ് ഷുഗർ 1 കപ്പും ബ്രൗൺ ഷുഗർ 1 കപ്പുമാണ് വേണ്ടത്. അതും ഇതുപോലെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കേക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ എഗ് യോക്കാണ് അടിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൗഡേർഡ് ഷുഗർ 2ഉം ആഡ് ചെയ്യണം. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും ആഡ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് സെയിം കപ്പില്ലേ നമ്മൾ മൈദയെ കളഞ്ഞത് അത് തന്നെ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ നമുക്ക് ആ സ്പൈസസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതെന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അതാണ് 2 സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പാല് അത് ഒഴിക്കുക. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് വാനില എസൻസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 3 കപ്പ് ആ സെയിം കപ്പിൻ്റെ അളവിൽ 3 കപ്പ് ക്യാരറ്റാണ്, അത് ചോപ്പറിലിട്ട് അടിച്ചതാണ് എടുത്തിരിക്കുന്നത്, അതും ആഡ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റില്ലേ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ താഴോട്ട് വീഴരുത്, അങ്ങനത്തെ രീതിയിലായിരിക്കണം ബീറ്റ് ചെയ്തെടുക്കണം, അത്ര ഫ്ലഫി ആയിരിക്കണം. പിന്നെ പതുക്കെ ഈ മൈദയുടെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചില്ലേ അരിപ്പേ കൂടെ അത് നമ്മൾ പതുക്കെ ഓരോ സ്പൂൺ എടുത്ത് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇളക്കാം. പിന്നെ ബീറ്റർ ഉപയോഗിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇത് ശരിക്കും ഒരു 2 കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആ എഗ് വൈറ്റും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഷ്നട്ടും ഇതൊക്കെ ഇടാം, ബദാമോ പിസ്തായോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അത് കഴിഞ്ഞ് ഞാൻ ഓവനിലല്ല, ഞാൻ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് വെക്കുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഞാൻ കുറച്ച് ഐസിങ്ങും കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തായിരുന്നു. ഞാൻ വലിയ ഐസിങ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, എന്നാലും ചെയ്തു നോക്കി. പിന്നെ അതിൽ ബട്ടറും ഐസിങ് ഷുഗറും വാനില എസൻസും കുറച്ച് പാലുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഐസിങ് ഷുഗർ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അകത്ത ഭാഗത്തെ കേക്ക് അതിൽ നമ്മൾ ഐസിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ കട്ട് ചെയ്ത പീസ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലും ഐസിങ് ചെയ്തതിന് ശേഷം കുറച്ച് നട്ട്സ്, ഇതൊക്കെ ഞാൻ വാൾനട്ടും നട്ട്സും ഒക്കെ പൊടിച്ചതായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതുക. പക്ഷേ എൻ്റെ ഇഷ്ടം ഇന്ന് നിങ്ങളോട് താങ്ക്സ് പറയുന്നതാണ്. അപ്പം നിങ്ങളോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കേക്കാണ്. എൻ്റെ ബ്രദേഴ്സ് പണ്ട് എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കേക്കായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബേഴ്സിനോടും വളരെ നന്ദിയുണ്ട് എന്നെ ഇത്രയും ആക്കിയതിന്. താങ്ക് യു.